ാണ് നമുക്കിനി എബി ഉണ്ട് കൊച്ചിയിൽ നിന്ന് കൊച്ചിയുടെ വിശേഷങ്ങളൊക്കെ നൽകുന്നതിനായി. എബി തൃക്കാക്കരയിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും തൃക്കാക്കര എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം തൃക്കാക്കരയും തൃപ്പൂണിത്തുറയും ഒക്കെ ഒഴിവാക്കാൻ പറ്റില്ല ഈ ഓണക്കാലത്ത്. അത്രയും പ്രാധാന്യമുള്ള രണ്ട് സ്ഥലങ്ങളാണ് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും എങ്ങനെയാണ് തൃക്കാക്കരക്കാരുടെ ഒരു ഓണവിശേഷങ്ങൾ എബി? അത് തൃക്കാക്കരയുടെ ഓണം എന്ന് പറയുന്നത് തൃക്കാക്കരയുടെ മാത്രമല്ല, അത് കേരളത്തിന്റെ മുഴുവൻ ഓണസങ്കല്പങ്ങളുടെയും ഒക്കെ ഒരു വലിയ പ്രാധാന്യം കൊള്ളുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇന്നിപ്പോൾ ഇവിടെ നടന്നൊരു പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് മഹാബലിയെ സ്വീകരിക്കുക എന്നൊരു ചടങ്ങായിരുന്നു. അത് നടന്നൊരു സ്ഥലം അത് ഇതിന് തൊട്ടപ്പുറത്താണ്. നമ്മൾ ഈ ഇവിടെ കാണുന്നത് പോലെ തന്നെ ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം. ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടന്നത് ഇവിടെയായിരുന്നു. അതായിരുന്നു ഈ ഓണ ആഘോഷങ്ങളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിരുന്നു. ഇത് രാവിലെ 8 മണിയോടുകൂടിയാണ് മഹാബലിയെ സ്വീകരിക്കുന്ന ആ ഒരു ചടങ്ങ് ഉണ്ടായത്. ആ 8 മണിയോടുകൂടി ആ ചടങ്ങ് നടന്നു. അതിനുശേഷം ഇനിയിപ്പോൾ നടക്കാനിരിക്കുന്നത് ഈ തൃക്കാക്കരയിലെ പ്രസിദ്ധമായിട്ടുള്ള ഓണസദ്യയാണ്. അത് 10:30 ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാ തവണയും അങ്ങനെ തന്നെയാണ്. ഏതാണ്ട് 18 കൂട്ടം വിഭവങ്ങൾ ഉൾപ്പെടെയാണ് ഈ സദ്യ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ആ സദ്യ അതിനുശേഷം അത് ഇവിടെ വരുന്ന എല്ലാവർക്കും ഒരു ഏറ്റവും അവസാനം എത്തുന്ന ആൾക്ക് വരെ അതിന്റെ ആ സദ്യ നൽകിക്കൊണ്ട് മാത്രമേ അത് ആ സദ്യ പൂർത്തിയാക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ ഈ ഒരു ആഘോഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം തന്നെ ഈ വാമനവേഷത്തിലെത്തി മഹാബലിയെ സ്വീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിരുന്നു 8 മണിയോടുകൂടി നടന്നത്. അതിന്റെ തുടർ ചടങ്ങുകളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. എന്തായാലും ആളുകളുടെ ഒരു വലിയ സാന്നിധ്യം തന്നെയാണ് തൃക്കാക്കരയെ ഏറ്റവും ഈ ഓണാഘോഷങ്ങളിൽ വ്യത്യസ്തമാക്കുന്നത് എന്നുള്ളതാണ്. കാരണം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒപ്പം തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രാജ്യത്തിന്റെ പുറത്തുനിന്നുള്ളവർ അങ്ങനെ ഒരു വലിയ ആളുകളുടെ ഒരു വലിയ നിര തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. അതിരാവിലെ മുതൽ തന്നെ ക്ഷേത്ര ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ട് നിരവധിയായിട്ടുള്ള ആളുകൾ എത്തുന്നുണ്ടായിരുന്നു. അത് വലിയ ക്യൂ തന്നെയായിരുന്നു. ഈ നടപ്പന്തൽ മുഴുവൻ ഇതിന്റെ ഈ ക്ഷേത്രത്തിന്റെ പരിസരം മുഴുവൻ അങ്ങനെ ക്യൂ ആയി തന്നെ ആളുകൾ നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ പ്രധാനപ്പെട്ട ചടങ്ങ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മഹാബലിയെ സ്വീകരിച്ചു. അതിനുശേഷം അതിന്റെ ഒരു പ്രദക്ഷിണ ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ശ്രീബലി ഇപ്പോൾ നടക്കുന്നു. അതാണ് ഇതിന്റെ ഇന്നിപ്പോൾ നടക്കുന്ന രണ്ടാമത്തെ ചടങ്ങാണ്. മൂന്നാമത്തെ ചടങ്ങാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായിട്ടുള്ള ഈ സദ്യ എന്ന് പറയുന്നത്. തൃക്കാക്കരയിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ ഈ ചടങ്ങ് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്നതിന് വേണ്ടിയിട്ട് നിരവധിയായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അതിന്റെ ആ ചടങ്ങുകളിൽ പങ്കാളികളാകുന്നതിന് വേണ്ടിയിട്ട് വിശ്വാസികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെയും ഇവിടെ എത്തി അതിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുകയാണ്. മേളങ്ങളുടെയും ഒപ്പം തന്നെ ഗജവീരന്മാരുടെയും ഒക്കെ സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. 9 ആനകളാണ് ഈ ശ്രീബലിയിൽ അതിന് അകമ്പടിയാകുന്നത് എന്നുള്ളതും ഇതിന്റെ ഒരു മാറ്റ് ഏറ്റവും അധികം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും 20,000-ത്തിലധികം വരുന്ന ആളുകൾക്ക് കഴിഞ്ഞ ദിവസം തന്നെ ഏതാണ്ട് 30,000-ത്തോളം വരുന്ന ആളുകൾക്ക് കഴിഞ്ഞ ദിവസം തന്നെ അതായത് ഇന്നലെ തന്നെ സദ്യ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇന്നും അതിന് സമാനമായ രീതിയിൽ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് ഓണസദ്യ നൽകുന്ന ഒരു ചടങ്ങ് കൂടി 10:30 തന്നെ ആരംഭിക്കും. ഭദ്രൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എറണാകുളം അല്ലെങ്കിൽ നമ്മൾക്ക് തൃക്കാക്കര അല്ലെങ്കിൽ തൃപ്പൂണിത്തുറയൊക്കെ ഒഴിവാക്കിക്കൊണ്ടൊരു ഓണത്തെക്കുറിച്ചൊരു കാര്യം പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഈ ഓണവുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത് അതിന്റെ ചരിത്രവുമൊക്കെയായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത് കിടക്കുന്ന അല്ലെങ്കിൽ കെട്ടുമുടർന്ന് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ഈ സങ്കല്പങ്ങളുടെയൊക്കെയും അല്ലെങ്കിൽ ഈ ഓണസങ്കല്പങ്ങളുടെയും ഒക്കെയും ഒരു അതില്ലെങ്കിൽ അതിന്റെ ഐതിഹ്യമൊക്കെ ആയിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഇടം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമായി കാണുന്നതും. ആ നിലയ്ക്ക് ആളുകൾ ഇവിടേക്ക് വേണ്ടിയിട്ട് മാത്രം ഒഴുകിയെത്തുന്ന ഒരു സ്ഥിതിയാണ്. സ്വാഭാവികമായി ഓണദിനത്തിൽ ക്ഷേത്ര ദർശനമൊക്കെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ചടങ്ങായി തന്നെ കാണും. പക്ഷേ അങ്ങനെയല്ല, മറിച്ച് തൃക്കാക്കരയിലേക്ക് വരുമ്പോൾ ആ നിലയിലല്ല, അതിന് കുറച്ചുകൂടി ഒരു പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്. കാരണം ആ നിലയിലാണ് അതിന്റെ ഈ ഓണസങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ബന്ധം എന്ന് പറയുന്നതും അത് തന്നെയാണ്. വാമനമൂർത്തി പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രം കൂടിയാണ് ഈ തൃക്കാക്കര ക്ഷേത്രം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഒരു വലിയ പ്രത്യേകതയായി കാണുന്നത്. ഈ വാമനമൂർത്തി പ്രധാന പ്രതിഷ്ഠയായി നിൽക്കുന്നു. ഒപ്പം തന്നെ അവിടേക്ക് മഹാബലിയെ സ്വീകരിച്ച് കൊണ്ടുവരുന്നു. ഇത് തന്നെയാണ് ഈ ചടങ്ങുമായി അല്ലെങ്കിൽ ഇന്നത്തെ ഈ പ്രധാനപ്പെട്ട ചടങ്ങായി നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം അത് രാവിലെ 8 മണിയോടുകൂടി നടന്നു. അതിനുശേഷം അതിന്റെ ഒരു ശ്രീബലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. തുടർന്നാണ് പ്രധാനപ്പെട്ട സദ്യയിലേക്ക്
അല്ലെങ്കിൽ ഓണസദ്യയിലേക്ക് പോവുക. 18 കൂട്ടം വിഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സദ്യയാണ് ഒരുക്കിയിരിക്കുന്നത്. അതിന് ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും ഏറ്റവും അവസാനം എത്തുന്ന ആൾക്ക് വരെ ആ സദ്യ നൽകിയിട്ട് മാത്രമേ അത് പൂർത്തിയാക്കുകയുള്ളൂ എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിച്ച ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് തന്നെ പറഞ്ഞത്. വൈകുന്നേരം രാവിലെ 10:30 ആരംഭിച്ചതിന് ശേഷം വൈകുന്നേരം 5:30 വരെ ആ ഓണസദ്യ തുടർന്നുകൊണ്ട് പോകേണ്ട ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അത് അത്രമാത്രം വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ നമുക്ക് കാണുന്നതാണ്. ഇപ്പോൾ ഓരോ നിമിഷം കഴിയും തോറും കൂടുതൽ ആളുകൾ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. തീർച്ചയായും നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട് എബി. കാരണം ഒരു ഉത്സവ പ്രതീതി തന്നെയാണ് അവിടെ ഉള്ളത്. പ്രത്യേകിച്ചും ഗജവീരന്മാർ അണിനിരന്ന് നിൽക്കുകയാണ്. എന്തായാലും അവരെ കാണാനായി നിരവധിയായിട്ടുള്ള ആളുകൾ അവിടെ ഒഴുകിയെത്തുന്നു. ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എബി. അതുപോലെ തന്നെ എബി നേരത്തെ സൂചിപ്പിച്ചതുപോലെ സദ്യയുടെ ഒരു കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ. അതായത് ഇല്ല എന്ന്, അതായത് വരുന്നവർക്കൊന്നും ഭക്ഷണം ഇല്ല എന്ന് പറഞ്ഞു വിടാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഒരു ദിവസത്തിലെ മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ എബി പറഞ്ഞതുപോലെ തന്നെ 5 മണി വരെയൊക്കെ ഈ ഓണസദ്യ തുടരും എന്നുള്ളതും ഒരു വലിയ പ്രത്യേകതയാണ്. എന്തായാലും ഐതിഹ്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു മണ്ണുകൂടിയാണ് ഈ തൃക്കാക്കര ക്ഷേത്ര സന്നിധി എന്ന് പറയുന്നത്. അത് നേരത്തെ എബി പറയുകയും ചെയ്തിരിക്കുന്നു. ആ ഒരു ഐതിഹ്യത്തിന്റെ കഥകളൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തതാണ്. എബി, ഇനി ഞാൻ എബിയിലേക്ക് വരികയാണ്. അതായത് എബിയുടെ കഴിഞ്ഞ ഓണങ്ങൾ എങ്ങനെയായിരുന്നു? ഓണ ആഘോഷങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അതുപോലെ തന്നെ ഇത്തവണ ഇനി മറ്റെന്തെങ്കിലും പരിപാടികളുണ്ടോ എബി? നമ്മുടെയൊക്കെ ഓണം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ ഈ ഓരോ നമ്മൾ ഡ്യൂട്ടി ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കും എപ്പോഴും. ഓണത്തിന് വീട്ടിൽ പോവുക എന്നുള്ളൊരു സംഭവത്തിനപ്പുറത്തേക്ക് നമ്മളൊക്കെ വാർത്തകൾ കൊണ്ട് പൂക്കളമിട്ട് ഓണം ആഘോഷിക്കുന്ന ഒരു രീതിയാണല്ലോ നമുക്കൊക്കെ, നമ്മളെപ്പോലുള്ള ആളുകൾക്കൊക്കെ ഉള്ളത്. സ്വാഭാവികമായും ഓണത്തിന് അല്ലെങ്കിൽ സദ്യ വീട്ടുകാരുടെ കൂടെ കഴിച്ച ഒരു സമയമൊക്കെ നമുക്ക് അങ്ങനെ ഈ ജോലി തുടർന്നതിന് ശേഷം അങ്ങനെ വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ഒപ്പം തന്നെ ഇന്നാണെങ്കിലും ഇന്നിപ്പോൾ ഓണത്തിന്റെ ദിവസമാണ്, തിരുവോണ ദിവസമാണ്. ഇപ്പോൾ രാവിലെ നമ്മൾ ഡ്യൂട്ടിക്ക് ചേർന്ന് വൈകുന്നേരം ISL മത്സരം നടക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കൃത്യമായിട്ടുള്ള ഷെഡ്യൂളുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതനുസരിച്ച് നമ്മൾ അങ്ങനെ അങ്ങ് പോകുന്നു. ഈ ഓണത്തിന്റെ ആഘോഷങ്ങൾ നാട് ആഘോഷിക്കുന്നത് കണ്ട് അത് ഓരോ ഇടങ്ങളിലെയും ആഘോഷങ്ങളെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം കൂടി നമുക്കുണ്ടല്ലോ. ഒപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ തവണയാണെങ്കിലും നമ്മുടെ ഓഫീസിൽ അതിമനോഹരമായി തന്നെയുള്ള ഒരു ഓണാഘോഷം നടന്നു. ഇത്തവണ സമാനമായ രീതിയിലുള്ള ഒരു ആഘോഷ പരിപാടികൾ സദ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഓഫീസിൽ നിന്നുള്ളതാണ് ഇതിൽ നമുക്കൊക്കെ ഊർജം പകരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ആ നിലക്ക് തന്നെ ഇത്തവണത്തെയും ഓണാഘോഷം ഈ നമ്മൾ വാർത്തകളിലൂടെ തന്നെ ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഭദ്ര ഇവിടെ നടക്കുന്ന പകൽപ്പൂരമാണ്, പകൽപ്പൂരത്തിന്റെ എഴുന്നള്ളിപ്പാണ് നടക്കുന്നത്. ഈ ഗജവീരന്മാരൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ഇവരുടെ തിരുവാണിക്കാവ് ഇടംപെടുത്തിരിക്കുന്ന ഗുരുവായൂർ ബാലകൃഷ്ണനാണ്. ഒപ്പം തന്നെ ബാക്കി തിരുവാണിക്കാവ് രാജഗോപാൽ, പാമ്പാടി സുന്ദരൻ, മധുരപ്പുറം കണ്ണൻ, മൗട്ടത്ത് രാജേന്ദ്രൻ, മുണ്ടക്കൽ ശിവനന്ദൻ, പച്ചാട് ശ്രീ അയ്യപ്പൻ, കോളകുളം വിഷ്ണുനാരായണൻ, ചെറുപ്പുളശ്ശേരി ശ്രീ അയ്യപ്പൻ, ഇങ്ങനെ ഉള്ള ഗജവീരന്മാരാണ് ഇപ്പോൾ ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നിരന്ന് നിൽക്കുന്നത്. തിടംപെടുത്തിരിക്കുന്നത് ഗുരുവായൂർ ബാലകൃഷ്ണനാണ്. അങ്ങനെ തലയെടുപ്പോടുകൂടി തന്നെ ഈ ആഘോഷങ്ങളുടെ എല്ലാം മാറ്റൊട്ടും കുറയാതെ അതിന്റെ പകിട്ട് എല്ലാം തന്നെ ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഒരു തരത്തിലുള്ള മാറ്റി കുറയാത്ത രീതിയിൽ ഈ ഗജവീരന്മാരെയൊക്കെ തന്നെ ഈ വഴിനിർത്തിക്കൊണ്ട് ഈ പകൽപൂരം അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ അതിനുശേഷമായിരിക്കും 10:30 നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടുത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത് അത് തന്നെയാണ്. സദ്യ, ഓണസദ്യ തന്നെയാണ്. 18 വിഭവങ്ങൾ അടങ്ങിയിട്ടുള്ള സദ്യ. അതിനുവേണ്ടി ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഏതാണ്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ അത്ര സമയം മാത്രമേ, വളരെ കുറഞ്ഞ സമയം മാത്രമേ അതിലേക്ക് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ നിൽക്കുന്ന ആളുകളെല്ലാം, നമ്മളിപ്പോൾ കാണുന്ന ആളുകളെല്ലാവരും തന്നെ രാവിലെ മുതൽ തന്നെ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തി ഇട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർ ഈ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തുന്നൊപ്പം തന്നെ ഇതിൽ ഈ വന്നു കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്ന ഘട്ടത്തിൽ ഈ സദ്യ കൊണ്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഈ തൃക്കാക്കരയിൽ എത്തുന്ന ഓരോ ആളുകളുടെയും ഓണാഘോഷം എന്ന് പറയുന്നത്. ആ നിലക്ക് അവരുടെ ആഘോഷ പരിപാടികളൊക്കെ തന്നെ അവർ ക്രമപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ ഈ ഓണത്തെ വരവേറ്റ, ഓണത്തെ ആഘോഷിച്ചുകൊണ്ട് തന്നെ ഈ ഓണാഘോഷത്തിൽ പങ്കാളികളായി ഓരോരുത്തരും ആ ഓണാഘോഷത്തിൽ അതിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്നു തൃക്കാക്കരയിൽ എന്നുള്ളതാണ്. തൃക്കാക്കരയുടെ മാത്രം ഓണമല്ല, തൃക്കാക്കരയിൽ ഓണം എന്ന് പറയുന്നത് കേരളക്കരയുടെ, മലയാളികളുടെ എല്ലാം തന്നെ ഓണമാണ്.
തീർച്ചയായും എബി, എന്തായാലും എബി ഇപ്പോഴുള്ളത് തൃക്കാക്കര ക്ഷേത്രത്തിലാണ്. ഓണത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ തൃക്കാക്കരയും തൃപ്പൂണിത്തുറയും ഒക്കെ ഒഴിവാക്കാൻ പറ്റാത്ത രണ്ട് ഇടങ്ങളാണ്. എന്തായാലും തൃക്കാക്കരയിലാണ് തുടങ്ങുന്നത് എങ്കിലും അത് പിന്നീട് കേരളത്തിലേക്ക് മുഴുവൻ വ്യാപിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു. അതാണ് ഓണാഘോഷത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നിലവിൽ ഇപ്പോൾ വാമനമൂർത്തിയെ എഴുന്നള്ളിക്കുന്ന ചടങ്ങ്, അതാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗജവീരന്മാർ ഉത്സവത്തിന് സമാനമായിക്കൊണ്ടാണ് ഇപ്പോൾ ഗജവീരന്മാർ അണിനിരന്നിട്ടുള്ളത് ഈ തൃക്കാക്കര ക്ഷേത്ര അങ്കണത്തിൽ. എന്തായാലും അത് കഴിഞ്ഞാൽ ഇനി നേരെ ഓണസദ്യയിലേക്ക് കടക്കും. 5 മണി വരെ ഓണസദ്യ ഉണ്ടാകുമെന്നും